ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു കിരണിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നീയൊന്നും ഇവിടേക്ക് വരുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. പോടാ ഇവിടുന്ന്. ഓ, കുഞ്ഞിനെ കാണുമ്പോ ശരിക്കും മനോഹരനെ വാർത്ത് വെച്ചതുപോലെ ഉണ്ട്. ആ അല്ലാതെ അതെ എന്റെ മനുവേട്ടന്റെ കുഞ്ഞ, അല്ലാതെ നിന്റെ കല്ലൂനെ പോലെ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവന്റെ മുഖമൊന്നും എന്റെ മോൾക്കില്ല എന്നൊക്കെ പറയണം. അത് കേട്ടതും കിരൺ ദേഷ്യപ്പെട്ട് ഇങ്ങനെ തുറച്ചു നോക്കുക. അപ്പൊ ശാരി, എന്തൊക്കെയാ മോളെ നീ അവനോട് പറയുന്നേ? പറഞ്ഞോട്ടെ ആന്റി, പറഞ്ഞോട്ടെ. അവൾ എന്തൊക്കെ പറയാൻ പറ്റോ അതൊക്കെ പറഞ്ഞോട്ടെ. ഇപ്പോ അവളുടെ സമയം. എന്നാ ഇതൊക്കെ അവൾക്ക് മാറ്റി പറയേണ്ടി വരും. അങ്ങനെ ഒരു ദിവസമാ ഇനി വരാൻ പോകുന്നത് എന്നും പറയാ. അല്ല, എവിടെ ഇവക്കടെ അച്ഛൻ, ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്നും കിരൺ ചോദിക്കണം. അത് കേട്ടതും മോൻ പുറത്തുണ്ട്. അവൻ നടക്കട്ടെ, പുറത്ത് ചുറ്റിക്കറങ്ങി എല്ലായിടത്തും കറങ്ങി നടക്കട്ടെ, അതിലൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഞാൻ പോവാ എന്നും പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അപ്പൊ സരയും, എന്തിനാ അമ്മേലവനെയൊക്കെ അകത്ത് വിളിച്ചു കയറ്റുന്നേ? പോകുന്നവനെയൊക്കെ വിളിച്ച് അകത്ത് കയറ്റേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്റെ മോളെ ഞാൻ വിളിച്ചു കയറ്റിയതാണോ? അവൻ വന്നതല്ലേ, അവൻ പറഞ്ഞത് കേട്ടില്ലേ? താരയെ കാണാൻ വന്നപ്പോ ഇങ്ങോട്ട് കയറിയതാന്ന്. ഇനിയിപ്പോ അതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ശരിയാ, പ്പെടുത്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് സരയും ഇങ്ങനെ പല്ലും കടിച്ചു പിടിച്ചിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പാറുവിനെയും ബൈജുവിനെയാണ്. അവര് ചെസ് കളിച്ചോണ്ടിരിക്കുക. അപ്പൊ പാറു, ഇപ്പോ അപകടം പറ്റിയതിന് ശേഷം ബൈചേട്ടന് കള്ളക്കളിയൊന്നും ഇല്ലല്ലോ. ഞാനല്ലെങ്കിലും കള്ളക്കളിയൊന്നും കളിക്കാറില്ല, നീ അല്ലേ പെണ്ണെ കള്ളക്കളിയൊക്കെ കളിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു ബൈജു പാറുവിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ കിരണിന്റെ കാറിന്റെ ശബ്ദം കേൾക്കുക. ദേ കിരണളിയം വന്നല്ലോ എന്നും പറഞ്ഞു ബൈജു അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോ എടാ പതുക്കെ പതുക്കെ എന്നും പറഞ്ഞ് കിരൺ ബൈജുവിനെ ചേർത്ത് പിടിക്കുക. എന്തായി അളിയ, എന്തായി? അവളുടെ കുഞ്ഞിനെ കണ്ടോ? കുഞ്ഞിനെ കാണുകയും ചെയ്തു. അവളുടെ കുഞ്ഞിന്റെ അമ്മമ്മയ്ക്ക് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആരിക്ക്? ശാരിക്കോ? ശാരിക്കല്ല, താരയാന്റിക്ക്. താരയാന്റെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ. കുഞ്ഞിനെ കാണണമെന്നുള്ളത് ആന്റിയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ആന്റിയെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാക്കില്ല അളിയ. അവള് കണ്ടെങ്കിലല്ലേ പ്രശ്നം ഉണ്ടാക്കൂ. അവള് നല്ല ഉറക്കമായിരുന്നു. ആ സമയത്ത് കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചു കൊടുത്തത്. എന്തായാലും അവളാകെ ഇതായിപ്പോയി. അത് കേട്ടതും എന്നിട്ട് ആ ശാരി ഒന്നും പറഞ്ഞില്ലേ? അവർക്ക് വല്ലതും പറയാൻ പറ്റോടാ? അങ്ങനെ പറഞ്ഞ അവരെ ഞങ്ങൾ വെറുതെ വിടുവോ? അത് ശരിയാ. എന്നാലും ഇത്രയും വലിയൊരു സാധനമായിട്ടുള്ള ആ സരയുവിനെ ഒരു പെൺകുട്ടി ജനിച്ചു. നന്നായി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അളിയ. കാരണം അവൾക്ക് ഇതൊക്കെ തിരിച്ചടിയാണ്. ഇനി മുതൽ അവൾക്ക് തിരിച്ചടിയുടെ ആളുകളാ. ഇനി ഒരിക്കലും അവൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. അല്ല, കുഞ്ഞെങ്ങനെയുണ്ട് കാണാൻ? ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയാലോ. ശരിക്കും ആ കുഞ്ഞ് മനോഹരനെ വാർത്ത് വെച്ചിരിക്കുക. അത് കേട്ടതും കുറച്ച് കഴിയുമ്പോ അച്ഛനില്ലാത്ത കുഞ്ഞിനെ അച്ഛന്റെ മുഖഛായ എന്ന് പറയാലോ. അതിനു വേണ്ടിയായിരിക്കും ദൈവം അങ്ങനെ ഒരു മുഖം ആ കുഞ്ഞിന് കൊടുത്തത്. അത് ശരിയാ. എന്തായാലും ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തിലാണ്. ആ മനോഹർ സരയുവിനെ ഇട്ടേച്ച് പോകുമ്പോ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പോലും അവൾ ആ കുഞ്ഞിനെ എന്താ പറയാ മനോഹരായിട്ട് കാണും. മനോഹരായിട്ട് കാണുമ്പോ അതിനോട് അവൾക്ക് ദേഷ്യവും വെറുപ്പുമായിരിക്കും. പിന്നെ അങ്ങനെ അവളുടെ ജീവിതം തന്നെ അവള് വെറുക്കും. അങ്ങനെ ഭ്രാന്ത് പിടിച്ച് അവൾ ഇങ്ങനെ നടക്കും. അല്ലളിയ, ഒരുത്തിക്ക് തിരിച്ചടി ഒരു കുഞ്ഞായിട്ട് കിട്ടി. ഇനി വേറൊരുത്തിനും കിട്ടാനുണ്ടല്ലോ. നാളത്തെ ദിവസം അളിയൻ ഓർക്കുന്നുണ്ടോ? എന്താടാ? നാളെയാണ് ദുഷ്ടനായ പ്രകാശന്റെ കല്യാണം. അത് ചോദിച്ചതാ. അത് ഞാൻ ഓർക്കാതിരിക്കോടാ. പിന്നെ അതിന് പോകണ്ട അളിയ. പോണം, ഞാൻ പോവും. പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. കാർത്തികയും കാർത്തികയുടെ അമ്മയും കൂടെ ചേർന്ന് ചെയ്യാൻ പോകുന്ന ഈ കാര്യം എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നതാ. സത്യം പറഞ്ഞ അവർക്ക് നല്ലൊരു കൈ തന്നെ കൊടുക്കണം. അത് കേട്ടതും നമ്മുടെ ദീപ അങ്ങോട്ട് വരിക. എന്താ മോനെ, നാളത്തെ ആ പ്രകാശന്റെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നമ്മേ. ഇതിന്റെ പേരില് കാർത്തികയ്ക്കും കാർത്തികയുടെ അമ്മയ്ക്കും നല്ലൊരു നമസ്കാരം തന്നെ കൊടുക്കണം. അവരെ കൈ എടുത്ത് വണങ്ങണം. അങ്ങനെയുള്ള കാര്യങ്ങളാ അവരെ പ്രകാശന് നേരെ ചെയ്യാൻ പോകുന്നത്. അതിന്റെയൊക്കെ സന്തോഷത്തിലെ ഞാൻ എന്നൊക്കെ പറയണം. അത് കേട്ടതും കഴിക്കട്ടെ മോനെ, കല്യാണം കഴിക്കട്ടെ. കല്യാണം കഴിച്ച അവസാനം അവരൊക്കെ തകർന്ന് തരിപ്പണമാകണം. അതിനു വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത് എന്നൊക്കെ ദീപയും പറയണം. അല്ലമ്മേ, അമ്മ കല്യാണത്തിന് പോകുന്നില്ലേ? എന്തിന്? നടക്കാത്ത കല്യാണത്തിന് ഞാൻ എന്തിനു പോണം എന്നും ചോദിക്കുകയാണ് നമ്മുടെ ദീപ. അത് കേട്ടതും അമ്മ കല്യാണത്തിന് പോണം. അവൻ തകർന്നു നിൽക്കുന്നത് അമ്മയ്ക്ക് കാണണ്ടേ? അതേ വല്യമ്മയെ വേദനിപ്പിച്ച അവൻ തകർന്ന് തരിപ്പണമായി നിന്ന് കരയുന്നത് അമ്മയ്ക്ക് കാണണ്ടേ? അത് കേട്ടതും നമ്മുടെ ദീപ, അതിന് നാളെ ഒരു ദിവസം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ലല്ലോ. നാളെ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും അവൻ നാളെ അത്ര വലിയ ത്രില്ലൊന്നും ആയിരിക്കില്ല. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട്
തെരുവിലാവുന്നവനെ കാണാൻ പോകുന്നത് എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ വരുമ്പോഴേ ഞാൻ അവനെ കാണാൻ പോകും. അപ്പോഴാണ് ഞാൻ അവനെ കാണാൻ പോകുന്നത്. അപ്പോ എല്ലാം തകർന്ന നടു റോട്ടിൽ ഇരിക്കുന്ന പ്രകാശനെ ഞാൻ കാണും. അത് കണ്ട് ഞാൻ ആസ്വദിക്കും. ഞാൻ മാത്രമല്ല, ഞാനും എന്റെ കാദംബരി മോളും കല്യാണി മോളും എല്ലാവരും ഉണ്ടാവും. ആദ്യം രാജപ്പന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് അത് വീട്ടിയത് കല്യാണിയാ. ഇനി അങ്ങനൊരു ഇത് നിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവാൻ പാടില്ല കല്യാണി. അയാളെ ആര് സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ഭയങ്കര ത്രില്ലോടുകൂടെ നിൽക്കുക. ഈ സമയം ദീപ അങ്ങോട്ട് പോവുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന മൂങ്ങയാണ്. മൂങ്ങ താലിമാല എടുത്തു പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും പ്രകാശം വന്നു. പ്രകാശം വന്നതും ഇതെന്താമ്മേ പാതിരാത്രി താലിമാലയൊക്കെ പിടിച്ചു നോക്കുന്നേ? എടാ, ഞാൻ ഈ മാല മഹാലക്ഷ്മി കഴുത്തിലിട്ട് എങ്ങനെ ഉണ്ടാവും ആലോചിച്ച് നോക്കുമായിരുന്നു. പക്ഷേ പ്രകാശ, ഇന്നലെ പോയപ്പോ കുറച്ചുകൂടെ ആഭരണം എനിക്ക് മേടിക്കായിരുന്നു. അത് കേട്ടതും അതെ വേണം. അതേടാ, മരുമോൾ ഇങ്ങോട്ട് കയറി വരുമ്പോ എനിക്ക് കുറച്ച് ആട്ടിയത്തൊക്കെ വേണ്ടേ? വേണം വേണം, തീർച്ചയായിട്ടും വേണം. അമ്മയ്ക്ക് കുറച്ച് സ്വർണം മേടിക്കാന്ന് ഞാനും കരുതിയതാ. പക്ഷേ പിന്നീട് നടന്നില്ലല്ലോ. എന്തായാലും അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാൻ മേടിച്ചു തരാമേ. പിന്നെ എടാ മോനെ, എനിക്ക് അവിടെ ഒന്ന് പോണമെന്നുണ്ട് മറ്റോടത്ത്. എവിടെ? ഈ മുഖമൊക്കെ വെളുപ്പിക്കില്ലേ, ബ്യൂട്ടി പാർലർ അവിടെ. അമ്മയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോണോ അല്ലേ? അതിനെന്താ, നാളെ രാവിലെ തന്നെ അമ്മ ബ്യൂട്ടി പാർലറിൽ പോയിക്കോ. കാർത്തിക മോളോ അമ്മയും കൂടെ പോയിക്കോ. അപ്പോഴേക്കും കാർത്തിക വരിക. എന്താ ഇവിടെ അച്ഛനും അമ്മയും മകനും കൂടെ ഒരു സംസാരം? അത് പിന്നെ അമ്മയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോണമെന്നാ മോളെ പറയുന്നേ. അതിനെന്താ അമ്മമ്മേ, നാളെ രാവിലെ തന്നെ നാം ബ്യൂട്ടീഷ്യനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മമ്മ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആണോ? എന്നാ പിന്നെ കുഴപ്പമില്ല എന്ന് മൂങ്ങ. ഈ സമയം നമ്മുടെ പ്രകാശൻ, അതെ എന്നെ രാജപ്പടനും ബാലണ്ണനും കൂടെ ഒരുക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? പിന്നെ അച്ഛ ഒന്ന് ഓർക്കണം, അമ്മ ആദ്യമായിട്ട് അച്ഛനെ കാണാൻ പോകുന്നേ. ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോ അച്ഛന് ഇത്രയും കൂടെ ഭംഗി വേണം. അതുകൊണ്ട് അവരൊക്കെ ഒരിക്കൽ ശരിയാവോ? ശരിയാവും മോളെ, ബാലണ്ണ നന്നായിട്ട് ഒരുക്കും, അതിലൊരു സംശയം വേണ്ട എന്നൊക്കെ പറയണ. ഇത് കേട്ടതും കാർത്തിക, നന്നായിട്ട് ഒരുക്കട്ടെ, ഒരുങ്ങി അവസാനം നീയൊക്കെ എവിടം വരെ എത്തുമെന്ന് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം നമ്മുടെ കാർത്തിക, അച്ഛ ഞാൻ അമ്മയെ വിളിക്കാനായിട്ട് എയർപോർട്ടിലേക്ക് പോവുക. അയ്യോ മോളെ, എന്നാ ഞാനിവിടെ വരാം. അത് വേണ്ട അച്ഛ, അത് ശരിയാവില്ല. അച്ഛനെ എന്തായാലും അമ്മ നാളെ കാണുമല്ലോ. അച്ഛനും അമ്മയെ കാണാം, പിന്നെ എന്തിനാ പ്രത്യേകമായിട്ട് പോകുന്നേ? അത് കേട്ടതും നമ്മുടെ പ്രകാശൻ, എന്നാലും ഒരാഗ്രഹം. അത് വേണ്ട, ഇത്രയും ദിവസം സസ്പെൻസ് ആയിട്ട് ഇരുന്നിട്ട് ഇന്ന് വന്ന് കണ്ട അതിന്റെ ത്രില്ല് പോയില്ലേ? നാളെ കണ്ടാ മതി. നാളെ അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ അമ്മയുടെ മുഖം കണ്ടാ മതി. അത് കേട്ടതും മോളെ, ഞാൻ മഹയുടെ മുഖം മനസ്സിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുക. പിന്നെ എന്നാലും ഒരാഗ്രഹം ഉണ്ടേ കാണാൻ, അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. നാളെ രാവിലെ എൻ്റെ അമ്മ വരുമ്പോ അച്ഛന് ത്രില്ലായിട്ടുണ്ടാവും. പിന്നെ എയർപോർട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നത് ഹോട്ടലിലേക്കാ. അവിടെ റൂം എടുത്തിട്ടുണ്ട്. നാളെ രാവിലെ അച്ഛൻ്റെ അടുത്തേക്ക് വരും. അത് കേട്ടത് ശരി, എന്നാ പിന്നെ അങ്ങനെ വന്നാ മതി എന്നൊക്കെ പറയണം. അപ്പോ പ്രകാശൻ, അയ്യോ അപ്പൊ ഇങ്ങോട്ട് വരത്തില്ലേ? ഇല്ല, ഇങ്ങോട്ട് വരാൻ പറ്റില്ല അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങള്. എന്നാ ശരി, പോയിട്ട് വാ മോളെ. അത് കേട്ടതും കാർത്തിക അങ്ങ് പോവുക. ഈ സമയം മൂങ്ങയും പ്രകാശനും കൂടെ, എടാ ഇനിയിപ്പോ നല്ല ഭാഗ്യമായിരിക്കും നമുക്ക് വരാൻ പോകുന്നല്ലേ. മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ചാ നീ ഇനി മഹാരാജാവിനെ പോലെ ജീവിക്കും അല്ലേടാ മോനെ? അതെ അമ്മേ, എൻ്റെ അമ്മയും വലിയ രാജകുമാരിയെ പോലെ ജീവിക്കും, അതാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശന് ഇങ്ങനെ ഭയങ്കര ത്രില്ലോടുകൂടെ നിൽക്കുക. ഈ സമയം ഹോട്ടലില് ലക്ഷ്മിയാണ് കാണിക്കുന്നത്. ലക്ഷ്മി കട്ടക്കലിപ്പിലിരിക്കുക. അപ്പോഴേക്കും കാർത്തിക് വന്നു. അമ്മേ, അവനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ചിട്ടാ വന്നിരിക്കുന്നേ. അമ്മ എയർപോർട്ടിൽ നിന്നും വിളിക്കാൻ പോകുന്നെന്നും പറഞ്ഞ ഞാൻ വന്നത്. അല്ല, അമ്മയുടെ പ്ലാൻ എന്താ? അതൊക്കെ നാളെ. അവൻ ആഗ്രഹിക്കട്ടെ, ഒരുപാട് ആഗ്രഹിക്കട്ടെ, കുന്നോളം ആഗ്രഹിക്കട്ടെ. പക്ഷെ അവനൊരു കുന്നിക്കുരുവിന്റെ വലിപ്പത്തിൽ പോലും ഒന്നും കിട്ടില്ല. അത്രയ്ക്ക് ദണ്ണമുണ്ട് എനിക്ക് എൻ്റെ ഈ നെഞ്ചില് എന്നും ലക്ഷ്മി. അത് കേട്ടതും അവനൊക്കെ അഹങ്കാരം അവസാനിപ്പിക്കണമേ. ഇപ്പോഴും അമ്മയും മകനും കൂടെ ഒരുപാട് തുള്ളുന്നുണ്ട്. തുള്ളലെന്ന് പറഞ്ഞ സാധാരണ ഒന്നായിട്ടല്ല, ഒരുപാട്. അതൊക്കെ അവസാനിപ്പിച്ച് കയ്യിൽ ചുരുട്ടിക്കൂട്ടി കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ ഓരോരോ കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയണം. അത് കേട്ടതും ഭയങ്കര ഇതായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുക നമ്മുടെ ലക്ഷ്മി. നാളെ അവന്റെ മുൻപിൽ വന്ന എല്ലാ കള്ളക്കളിയും അവസാനിക്കില്ലേ? അങ്ങനെ അവസാനിച്ചാലും അവനെല്ലാം നഷ്ടപ്പെടണം. 10-15 പവന്റെ താലിമാലയല്ല അവൻ മേടിച്ചു വെച്ചിരിക്കുന്നേ. എല്ലാം കൊണ്ടും അവൻ കരയണം, കരഞ്ഞൊരു വഴിയാകണം. അതിനുവേണ്ടി
ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് കല്യാണിയെയും നമ്മുടെ കിരണിനെയുമാണ്. ലക്ഷ്മി അമ്മയുടെ വീടിന്റെ ഇന്റീരിയർ ഒക്കെ പൂർത്തിയായി. അതൊക്കെ അപ്പൊ കിരൺ വരുക. എന്താ കല്യാണി നോക്കുന്നേ? ദേ കിരണേട്ട നോക്കിയേ, ലക്ഷ്മി അമ്മയുടെ വീടിന്റെ ഇന്റീരിയർ ഒക്കെ പൂർത്തിയായി. നന്നായിട്ടില്ലേ കാണാൻ? സൂപ്പർ ആയിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാ. അത് കേട്ടതും നമ്മുടെ കല്യാണി ഇങ്ങനെ നിൽക്കുക. ആ, നാളെ കല്യാണമല്ലേ, എന്തായാലും അടിച്ചു പൊളിക്കട്ടെ ലക്ഷ്മി അമ്മയും പ്രകാശനും എന്നൊക്കെ പറയണം. എന്തായാലും അങ്ങനെ ഒരു കാര്യം നടക്കില്ല. ലക്ഷ്മി അമ്മയ്ക്ക് പ്രകാശൻ എന്ന് വെച്ചാൽ കലിയ, കട്ടക്കലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ സംസാരിക്കുക. അപ്പോഴേക്കും ദൈവം ഒരു അമ്മ നാളെ കല്യാണത്തിന് വരുന്നുണ്ടോ അമ്മേ? വരില്ല മോനെ, ഞാൻ വരില്ല. അവന്റെ മുഖം എനിക്ക് കാണണ്ട. പിന്നെ ഞാൻ വരും. എല്ലാം തകർന്ന് നഷ്ടപ്പെട്ട് പ്രകാശൻ ഒന്നും അല്ലാതായി തീരുന്ന ആ നിമിഷം ഉണ്ടല്ലോ, അന്നേരം ഞാൻ വരും എന്നൊക്കെ പറയാണ്. അത് കേട്ടതും നമ്മുടെ കിരൺ ഇങ്ങനെ ചിരിക്കുക. അപ്പോഴേക്കും ഒരു ഫോൺ വരിക. അമ്മയുടെ ഫോൺ അടിക്കുന്നു. ആരാ അമ്മേ? അറിയില്ല മോനെ, പുതിയ നമ്പറാ, എന്നാ എടുക്കമ്മേ. ഹലോ, ഇത് ഞാനാടി, പ്രകാശൻ എന്നും. പ്രകാശൻ. അത് കേട്ടതും ദീപ, എന്താ, എന്ത് വേണം? ഞാനേ നാളെ കല്യാണം വിളിക്കാൻ വേണ്ടി വിളിച്ചതാ. അതിവിടെ വന്ന് പറഞ്ഞതാണല്ലോ, എനിക്ക് വായിക്കാനൊക്കെ അറിയാം. അപ്പോ നമ്മുടെ പ്രകാശൻ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ദീപേ, നീ ഉറപ്പായിട്ടും വരണം. എന്തെങ്കിലുമൊക്കെ ബിസി ആണെങ്കിലും നീ വന്നിരിക്കണം. നല്ല ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വന്ന് ഞണ്ണിയിട്ടെങ്കിലും പോണം. അയ്യോ, ഞാനിവിടെ പട്ടിണി കിടക്കുവാണേ, അതുകൊണ്ട് ഫുഡ് കിട്ടുന്ന കാര്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം. കളിയാക്കാതടി. ദേ ഒരു കാര്യം ഞാൻ പറയാം, കാർത്തിക ഫുഡ്സിന്റെ MDയുടെ അമ്മയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. നാളെ നീ ഇവിടെ വന്നു കഴിഞ്ഞാലേ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലാവും. അതുകൊണ്ട് അത് വന്ന് നേരിട്ട് കാണാൻ. ഓ, നിങ്ങൾ അഹങ്കരിക്കുവാണോ? അതേടി, ഞാൻ അഹങ്കരിക്കുക. നിന്റെ മോളും മരുമോനും കൂടെ ചേർന്ന് ഒരു കമ്പനി കെട്ടിപ്പോക്കിയാലോ, RS കൺസ്ട്രക്ഷൻ. എന്നാലേ ഇന്ന് അതിനേക്കാളും ഉയരങ്ങളില്ല ഞങ്ങളുടെ LK കൺസ്ട്രക്ഷൻ. അതുകൊണ്ട് തന്നെ ഇന്ന് LK കൺസ്ട്രക്ഷൻ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ പോകും. അങ്ങനെ ഉയരങ്ങളിലേക്ക് പോയി അവസാനം അവിടെ വെച്ച് ഞങ്ങൾ ഒരുപാട് മുകളിൽ നിന്നും നിങ്ങളെ നോക്കി കളിയാക്കും. അത് കേട്ടതും ദീപ ഒന്ന് പുച്ഛത്തോടെ ചിരിക്കുക. നീ ചിരിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിന്റെ ഈ കളിയാക്കലുണ്ടല്ലോ, അത് ഞാൻ അവസാനിപ്പിക്കും ദീപേ. പക്ഷെ നീ കണ്ടോ, നാളെ എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനും എൻ്റെ മോനും പിന്നെ എൻ്റെ അമ്മയും സന്തോഷമായിട്ട് ജീവിക്കും, ഇതുവരെ ജീവിച്ചതിനേക്കാളും മുകളിൽ. അത് കേട്ടതും ഓ ആയിക്കോട്ടെ, സമയം കിട്ടിയാ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ദീപ ഫോൺ കിട്ടിയ. ഈ സമയം അമ്മ എന്തിനാ വിഷമിക്കുന്നേ? മോന്റെ കാര്യം പറയുമ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടല്ലോ. എനിക്കൊരു വിഷമവും ഇല്ല മോനെ, അവനെ കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, പ്രസവിച്ചു പോയില്ലേ, അമ്മയല്ലേ. അമ്മമാർക്ക് അങ്ങനെയാ, മക്കളെ എത്രയൊക്കെ ദ്രോഹം ചെയ്താലും അവരോട് വെറുപ്പ് കാണിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്കിപ്പോ അവനെ വെറുത്തു പോയി. അത്രയ്ക്ക് ദുഷ്ട മനസ്സാ അവൻ്റെത്. അത്രയ്ക്ക് ക്രൂരത അവൻ എന്നോട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഉരുളുക. അത് കേട്ടതും ഭയങ്കര സങ്കടത്തോടെ കിരൺ, എന്താ അമ്മേ, പ്രസവിച്ചാൽ മാത്രമേ മകനാവുന്നുള്ളൂ? സ്നേഹം തരുന്നവരും മക്കള് തന്നെ അമ്മേ. ഞാൻ അമ്മയ്ക്ക് തരുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. അമ്മയ്ക്ക് എന്നെ മകനായിട്ട് സ്നേഹിച്ചൂടെ? എൻ്റെ മോനെ, ആര് പറഞ്ഞു എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന്? എനിക്ക് നല്ല സ്നേഹം തന്നെ എൻ്റെ മോനോട്. അത് മാത്രമല്ല, വിക്രം എന്ന് പറയുന്ന ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞു. വിക്രം മാത്രമല്ല, എൻ്റെ ഭർത്താവും അമ്മായിയമ്മയും ഒക്കെ മരിച്ചു. പിന്നെ അവരെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും എവിടെയോ എന്തോ ഒരു തകരാറെന്ന് പറയുന്നത് പോലെ മനസ്സിന്റെ ഏതോ ഒരു മൂലയില് മകനും ഭർത്താവൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ഇപ്പൊ അതൊന്നും ഇല്ല മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപയെ കിരണിനോട് പറയാ. ഇതെല്ലാം കേട്ടതും കിരൺ, അമ്മേ നാളെ കല്യാണം കഴിയും എന്നും പറഞ്ഞ് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നടക്കും അവന്റെ ആഗ്രഹങ്ങളെല്ലാം ദുരാഗ്രഹമായി. അതെല്ലാം കത്തി നശിക്കുന്ന പോലെ ആയിരിക്കണം നാളത്തെ അവന്റെ ഇത്. സത്യം പറഞ്ഞ അമ്മയോടും കല്യാണിയോടും കാദംബരിയോടും അല്ലേ അവൻ കൂടുതൽ ദ്രോഹം ചെയ്തിട്ടുള്ളത്. എന്നിട്ടും അവനോട് പ്രതികാരം വീട്ടേണ്ടിരുന്നത് അമ്മയായിരുന്നു. എന്നാ അമ്മ അത് ചെയ്തില്ല. അമ്മ അതെന്തിനാ അത് ചെയ്യാതിരുന്നേ? എന്തെങ്കിലും ചെയ്തോട്ടെ മോനെ, അവർക്കുള്ള ശിക്ഷ ദൈവം കണ്ടുവച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ ഞാനൊന്നും ചെയ്യാതിരുന്നത്. അത് കേട്ടതും പക്ഷേ കാർത്തികയുടെ അമ്മയും കൂടെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ത്രില്ല് തോന്നുക. അമ്മയുടെ ജീവിതവും കല്യാണിയുടെ ജീവിതവും ഒന്നുമല്ലാതാക്കിയവനാ, പെണ്ണുങ്ങൾക്ക് മര്യാദ കൊടുക്കാത്തവനാ. അവനൊക്കെ ഈ ലോകത്ത് തന്നെ ഒരു ഭാരമായി ജീവിച്ചിരിക്കാൻ പാടില്ല.
അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അമ്മേ. എല്ലാം നാളത്തോടെ അവസാനിക്കും മോനെ. അവന്റെ അഹങ്കാരവും അവന്റെ മകന്റെ അഹങ്കാരവും അമ്മയുടെ അഹങ്കാരവും ഒക്കെ അവസാനിക്കും. അന്നേരം അവരുടെ മുൻപിൽ പോയി നിന്ന് അവരെ ഞാൻ കണ്ട് രസിക്കും എന്നും പറഞ്ഞ് ദീപ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കേട്ട് കല്യാണിയും കിരണും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.